അധികാരികളുടെയും NDRFിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്കും അപ്പുറത്തേക്ക് കേരളത്തിൽ നിന്നെത്തിയിരിക്കുന്ന ദൗത്യസംഘത്തിന്റെയും രഞ്ജിത്ത് ഇസ്രായേലിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ നമ്മൾ മാധ്യമങ്ങളിട്ട സമ്മർദ്ദം ഫലം കണ്ടിരിക്കുന്നു. NDRFിന്റെയോ SDRFിന്റെയോ പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥനില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ നേർചിത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നെത്തിയ രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. MLA സ്വന്തം റിസ്കിലാണ് ഈ അനുവാദം നൽകിയിരിക്കുന്നത്. കാരണം ഒരു നിമിഷം വൈകുന്നത് പോലും അർജുനെ പോലെയുള്ള ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുന്ന മനുഷ്യരുടെ ജീവൻ അപകടമുണ്ടായേക്കാം എന്നുള്ള ഒരു തിരിച്ചറിവിൽ കൂടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. മലയാളി രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ആ റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് MLA പറഞ്ഞതിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട രണ്ടു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ചുവന്ന ഹിറ്റാച്ചി പ്രവർത്തിക്കുന്ന സ്ഥലം, ആ ചുവന്ന ഹിറ്റാച്ചി പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മണിക്കൂർ നേരം GPRSന്റെ സിഗ്നൽ ലഭിച്ച ആ സ്ഥലത്തുള്ള തെരച്ചിൽ തുടരും. ഒരു മണിക്കൂർ കൊണ്ട് ആ പ്രദേശത്തെ മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞാൽ 40 ടണ്ണോളം തടി കയറ്റി വന്ന ലോറി കണ്ടെത്താൻ സാധിച്ചത് ഒരു ഭാഗമെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായിരിക്കുന്ന ഒരു വഴിത്തിരിവായി തീരും. അതിനുശേഷം ഒരു മണിക്കൂറിലും ഈ തെരച്ചിൽ ഫലം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഗംഗാവാലി പ്രദേശത്തെ മണ്ണുകൂടി നീക്കം ചെയ്യും. എവിടെയാണ് കടയുണ്ടായിരുന്നത് ആ ഭാഗം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ കടയുള്ള ഭാഗത്തെ മണ്ണുകൂടി നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക. AK അഭിലാഷ്, വളരെ വ്യക്തമാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ നമ്മളുടെയൊക്കെ താല്പര്യപ്രകാരവും ഒപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേലി വിശ്വസിച്ചും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് NDRFും SDRFും ജില്ലാ ഭരണകൂടവും ഒന്നുമല്ല. ഇതിപ്പോൾ ഏകോപിപ്പിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിൽ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് ആണ്. ചട്ടപ്രകാരമാണ് എങ്കിൽ പോലും അത് MLAയുടെ റിസ്കിലാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വൈദഗ്ധ്യമുള്ള ജിതിൻ, ഒരു നിമിഷം അഭിലാഷ്, ജിതിനും നമുക്കൊപ്പമുണ്ട്. ജിതിൻ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു, നമ്മളുടെ MLAയോട് സംസാരിച്ചിട്ടുണ്ട്, മാത്രമല്ല രഞ്ജിത്ത് ഇസ്രായേലിയോട് സംസാരിച്ചു. ഇപ്പോൾ ഒരു പ്രധാന ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി മറ്റാരുടെയും ഉത്തരവിനെ കാത്തു നിൽക്കുന്നില്ല. MLA സ്വന്തം റിസ്കിൽ രഞ്ജിത്ത് ഇസ്രായേലിയെ ചുമതല ഏൽപ്പിച്ചു. രഞ്ജിത്ത് ഇസ്രായേലിയും സംഘവും പറയുന്നതനുസരിച്ച് NDRFിന്റെയും SDRFിന്റെയും സംഘങ്ങൾ പ്രവർത്തിക്കും, മണ്ണെടുക്കും. ഇപ്പോൾ ആ സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഒരു മണിക്കൂറിനുള്ളിൽ മണ്ണെടുത്ത് നിൽക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അറിയാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് പ്രകാരം NDRFിന്റെ ഉദ്യോഗസ്ഥർ ഇന്നലെ മാത്രമാണ് അതിൻ്റെ ഒരു ജീവൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പോലും അറിയുന്നത്. ഉദ്യോഗസ്ഥർ അവരെ പോലും അറിയിക്കാൻ തയ്യാറായിട്ടെന്നാണ് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ മുതൽ ഗ്രൗണ്ടിൽ തന്നെ നിന്നാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാലില്ല. അദ്ദേഹം പറയുന്നത് ആദ്യമേ ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെ വേഗത്തിൽ തന്നെ ഈ നീക്കം സാധ്യമാകുമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും MLA മിനിഞ്ഞാന്ന് ഞാൻ ഓർമ്മയുണ്ട്. മിനിഞ്ഞാന്ന് വന്നപ്പോൾ ഞങ്ങളെ ഒന്ന് കേൾക്കാൻ കൂടി MLA തയ്യാറായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മണ്ണെടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവർ അവിടെ മണ്ണെടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഏകോപിപ്പിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ദൗത്യസംഘങ്ങളുടെ കൂടി നിർദ്ദേശാനുസൃതമാണ്. SDRFും NDRFും സംഘം ഇപ്പോൾ മണ്ണെടുപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ആശ്വസിക്കാവുന്ന ഒരു കാര്യം, ഒരു മണിക്കൂർ കൊണ്ട് ആ ഭാഗത്തെ മണ്ണ് നീക്കുക. ഉറപ്പില്ലേ? തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം ഇപ്പോഴും നമുക്കുണ്ട്. ആത്മവിശ്വാസം വരുന്നുണ്ട്. ഈ ജില്ലാ ഭരണകൂടത്തിന്റെ പോലീസിന്റെ അടുത്ത് ഇത്രയും വീഴ്ചയില്ലെങ്കിൽ നമുക്ക് എന്നോ ഇപ്പം അർജുനും കൊണ്ട് ഞങ്ങൾ വീട്ടിലുണ്ടാവുമായിരുന്നു.